ഡോക്ടർ ടി പി സെൻകുമാർ, അങ്ങക്ക് ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാം. കാരണം ഈ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കണക്കാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഡെമോഗ്രഫിയിൽ വരുന്ന ഒരു ചേഞ്ച് കാണിക്കുന്ന കൃത്യമായ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്ന ഒരു കണക്കാണ്. അതാണ് സാധാരണഗതിയിൽ ഡെമോഗ്രഫിയുടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് കാണിക്കാനുള്ളത്. കൃത്യമായ സെൻസസ് ഇനി നടക്കാനിരിക്കുന്നതേയുള്ളൂ. അവിടെ ജനസംഖ്യാ വിസ്ഫോടനം ഏതൊക്കെ ജില്ലകളിലാണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, അതിനാണ് ലൈവ് ബർത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ ആദ്യമേ തന്നത്. ഈ ലൈവ് ബർത്ത് എന്ന് പറഞ്ഞാൽ 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ ഓരോ മതവിഭാഗത്തിലും പെട്ട എത്ര പേർ ജനിക്കുന്നു എന്നുള്ള കണക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് 100 കുട്ടികൾ, അതായത് 26.56% മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നത് 44.84 കുട്ടികളും 54.73% നിന്നുള്ള ഹിന്ദു വിഭാഗത്തിൽ നിന്ന് 40.28 കുട്ടികളുമാണ് ഉണ്ടാകുന്നത്. അതാണ് ലൈവ് ബർത്ത്. നിങ്ങൾ ഒരു സ്കൂളിലെ ജനസംഖ്യ എടുക്കണ്ട, സ്കൂളിലെ കണക്കൊന്നും എടുക്കണ്ട, ലൈവ് ബർത്ത് എടുത്താൽ മതി. അപ്പോൾ ആ ലൈവ് ബർത്തിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും കണക്ക് ലഭ്യമാണ്. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ല, പക്ഷേ ഈ സംസ്ഥാനത്തെ മുഴുവനായിട്ടുള്ള ലൈവ് ബർത്ത് ഉണ്ട്. അതിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. 2023 2005 മുതലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറയുന്നത് പോലെ ഇത് ഈ ജലീൽ പുനലൂരിനോട് നല്ല ഭാഷയിൽ ഞാൻ കഴിഞ്ഞ തവണ ഇതുപോലെ വന്ന് പറഞ്ഞാണ് മറുപടി. ആ ഭാഷ മാറ്റിക്കേണ്ട ആവശ്യം ജലീൽ വരുത്തരുത്. കാരണം എന്ന് വെച്ചാൽ 1971 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പരിപാടി ആവിഷ്കരിച്ചു. അതായത് ജനസംഖ്യാ വിസ്ഫോടനം ഇല്ലാതാക്കണം. ആ ജനസംഖ്യാ വിസ്ഫോടനം ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ജനസംഖ്യയിലെ വർധന ഇല്ലാതാക്കണം. അത് നടപ്പാക്കിയത് ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇത് നോക്കിയാൽ അറിയാം. ഓരോ ഡിക്കേഡൽ ഗ്രോത്ത് ഇൻ പെർസെൻറ്റ് നോക്കിയാൽ അറിയാം. 1971 ഉണ്ടായിരുന്ന ഗ്രോത്തിൽ നിന്നും 2001-2011 ഹിന്ദു ജനസംഖ്യയുടെ ഗ്രോത്ത് 2.23% 10 വർഷത്തിൽ. അതുപോലെ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഗ്രോത്ത് 1.38%. 12.84% മുസ്ലിം ജനസംഖ്യയുടെ ഗ്രോത്ത്. അതായത് ഒരു വിഭാഗം മാത്രം ദേശീയമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്ന ജനസംഖ്യാ നിയന്ത്രണത്തോട് മുഖം തിരിച്ച് നിൽക്കുകയും അവരുടെ ജനസംഖ്യ അത് നോക്കിയാൽ അറിയാം. അത് അവരുടെ ജനസംഖ്യ എത്രയായിരുന്നു എന്ന് നോക്കിയാൽ 17.9 നിന്നാണ് ഇപ്പോൾ 2011 തന്നെ 26.8 എത്തിയത്. ഇനി 2027 സെൻസസ് വരുമ്പോൾ അതിൻ്റെ കൃത്യമായ കണക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഈ ജലീൽ പറയുന്നത് പോലെ അത് ഒരു വിഭാഗം എന്താണ് വിവാഹം കഴിച്ച് നിൽക്കുന്നത് കൊണ്ടല്ല. അപ്പോൾ ജലീൽ മനസ്സിലാക്കേണ്ടത് ദേശീയ നയമനുസരിച്ച് ജനസംഖ്യ കൺട്രോൾ ചെയ്ത ഒരു വിഭാഗം അല്ലെങ്കിൽ 2 വിഭാഗം അതുണ്ടാകുകയും ആ ജനസംഖ്യ കൺട്രോൾ ചെയ്യാത്ത ഒരു വിഭാഗം ഉണ്ടാകുകയും ചെയ്തു. ആ കൺട്രോൾ ചെയ്യാത്തവർക്ക് ഇപ്പോൾ 2008 ഡീലിമിറ്റേഷൻ നടപ്പാക്കിയപ്പോൾ 12 സീറ്റ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയ്ക്ക് 4 സീറ്റാണ് കൂടുതലായിട്ട് പോയത്. അതേസമയം ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ പത്തനംതിട്ട പോലുള്ള ജില്ലകൾക്ക് 2 MLA സ്ഥാനമാണ് നഷ്ടപ്പെട്ടത്. ഇതുപോലെ പല ജില്ലകൾക്കും MLA സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാം ഈ പറയുന്ന കോഴിക്കോടോ അതല്ലെങ്കിൽ മലപ്പുറത്ത് 4 പിന്നെ 2 സീറ്റ് മറ്റേ 2 ജില്ലകൾക്ക് കിട്ടുകയാണ് ഉണ്ടായത്. അതായത് ദേശീയ നയത്തിന് വിരുദ്ധമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാതിരുന്ന ജില്ലകൾക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടുകയും ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ ജില്ലകൾക്ക് സീറ്റുകൾ കുറയുകയുമാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അത് നീലിമ പറഞ്ഞത് ആ എക്സ്പ്ലനേഷൻ അല്ല. ഈ ഇലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഇലക്ഷനിലുമൊക്കെ
ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ച് കുറയുന്നുണ്ടെങ്കിലും അവരുടെ MLA-മാരുടെ എണ്ണം അവരുടെ പോപ്പുലേഷൻ്റെ ഏകദേശം ഇരട്ടിയോളം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഇലക്ഷനിൽ തന്നെ നോക്കുക, ഇപ്പോൾ അവരുടെ നോക്കുക, ഈ 18% ജനങ്ങളുള്ള ക്രിസ്ത്യൻ പോപ്പുലേഷന് 36 MLA-മാരുണ്ട് ഈ പറയുന്ന 140 അംഗ അസംബ്ലിയിൽ. അത് UDF-ലാകുമ്പോൾ 33 അംഗങ്ങളുണ്ട്. അവിടെ മുസ്ലിമിന് പോലും 30 അംഗങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ തവണ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഏകദേശം 15% അത്രം ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിനാണെന്ന് കാണാം. ഈ വർഷത്തെ 2026 ഇലക്ഷനിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത്? അത് ക്രിസ്ത്യൻ സമുദായത്തിനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ അവരുടെ ഈ 18% എന്ന് പറയുന്ന പോപ്പുലേഷൻ അത് തെറ്റാണ്. വളരെയധികം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, അതായത് ഹിന്ദുവായിട്ട് റെക്കോർഡിൽ കിടക്കുകയും ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ചെയ്യുന്ന വളരെയധികം പേരുണ്ടായിരിക്കണം, തമിഴ്നാട്ടിലെ പോലെ. ഇപ്പോൾ തമിഴ്നാട്ടിൽ സെൻസസ് അനുസരിച്ച് 85% പേര് ഹിന്ദുക്കളാണ് 2011. 6.5% മാത്രമാണ് ക്രിസ്ത്യൻസ് ഉള്ളത്. പക്ഷേ അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ജോസഫ് വിജയ് കാലിൻ്റെ മുട്ടിൽ ഇഴഞ്ഞ് ഒരു പള്ളിയിൽ നടക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ടാണ്? ഈ 6% വോട്ടിന് വേണ്ടിയാണോ? അല്ല, അവിടെ വളരെ വലിയൊരു ശതമാനം ക്രിപ്റ്റോ ഉണ്ട്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ റെക്കോർഡിൽ അവർ ക്രിസ്ത്യൻസ് അല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ കൺട്രോൾ മുഴുവൻ ഇരിക്കുന്നത് ബിഷപ്പുമാരുടെയിലും അച്ഛന്മാരുടെയും കയ്യിലാണ്. അവർ പറയുന്ന സ്ഥലത്തേക്ക് മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ. നമ്മൾ രണ്ട് ഭാഗങ്ങളും കാണണം. ഇറ്റ് ഈസ് നോട്ട് വൺ സൈഡഡ്. അതായത് നമുക്ക് ഇത് അനലൈസ് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം വിഭാഗത്തിൽ ക്രിപ്റ്റോ മുസ്ലിം എന്ന് പറയുന്നൊരു വിഭാഗം ഇല്ല. അവിടെ മുസ്ലിമിലേക്ക് മതം മാറ്റപ്പെടുന്നവർ അല്ലെങ്കിൽ മതം മാറുന്നവർ എല്ലാം അവരുടെ മതം മാറി മുസ്ലിമായി തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റപ്പെടുന്നവർ വലിയൊരു വിഭാഗം. ഇപ്പോൾ നോക്കിയാൽ 1951 മുതൽ 2011 വരെയുള്ള സെൻസസ് അനുസരിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ജനസംഖ്യാ വർധനവ് വളരെ കുറവാണ്. ഏകദേശം ജനസംഖ്യ പെർസെൻറ്റേജ് 2.51%. അത് സംഭവിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ജനസംഖ്യയിൽ വരുന്നില്ല. അത് റെക്കോർഡിൽ പ്രകടമല്ല. ഈ 2027 സെൻസസിലെങ്കിലും അത് പ്രോപ്പറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു അത്ഭുതം കാണും. ആ അത്ഭുതം കാണുക എന്ന് വെച്ചാൽ ഇപ്പോൾ 79% ഹിന്ദു പോപ്പുലേഷൻ ഇന്ത്യയിലത് 65%-എങ്കിലുമായിട്ട് കുറയും. അതുപോലെ ഈ 2.5% കിടക്കുന്ന ക്രിസ്ത്യൻ പോപ്പുലേഷൻ 14-15% വർദ്ധിക്കും. എല്ലാ ക്രിപ്റ്റോ ക്രിസ്ത്യൻസും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുകയും അവർ ഹിന്ദുമതത്തിൽ നിന്നും മാറി അവർ എന്തുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ തന്നെ തുടരുന്നത്? അവർ SC ഫെസിലിറ്റീസും OBC ഫെസിലിറ്റീസും എടുക്കാൻ വേണ്ടിയാണ് അവർ ഹിന്ദുമതത്തിൽ തന്നെ തുടരുന്നത്, സംവരണാനുകൂല്യങ്ങൾ. അപ്പം അതുകൂടി കണക്കിലെടുക്കണം. അതായത് ഹിന്ദുമതത്തിലേക്ക് ഉണ്ടാകുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് ഒന്ന് പ്രത്യക്ഷമായിട്ടുള്ളതാണെങ്കിൽ മറ്റുള്ളത് വളരെ പരോക്ഷമായിട്ടാണ്, ഒളിഞ്ഞുള്ളതാണ്, അത് ഗൂഢമായിട്ടുള്ളതാണ്. അത് പെട്ടെന്നൊന്നും ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അവർ പറയും ഞങ്ങൾ 2.51% തന്നെയാണ് ഉള്ളതെന്ന്. അങ്ങനെയല്ല. അത് തമിഴ്നാട്ടിൽ നോക്കുക, ഒരു എക്സാമ്പിളാണ്. അവിടെ വിജയൻ്റെ പാർട്ടിയിൽ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മെമ്പേഴ്സിനെ എടുത്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ പറയുന്നത് അതേപോലെ ഈ കുറവ് സംഭവിക്കുന്നത് ആർക്കാണ്, അതിനും ഒരു അനാലിസിസ് പ്രോപ്പറായിട്ട് നടത്തണം. ഇപ്പം നമ്മളെല്ലാം പാർഷ്യലായിട്ടാണ് അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുറവ് സംഭവിക്കുന്നത് ഏത് വിഭാഗത്തിനാണ് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിലേക്ക് ഒരു ഔട്ട്റീച്ച് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്നതിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത്
ഇവിടെ കിടന്ന് ഇപ്പോൾ നമ്മൾ MLA-മാർ കുറഞ്ഞു അല്ലെങ്കിൽ മന്ത്രിമാർ കുറയുന്നു എന്ന് മറുപടി കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഔട്ട്റീച്ച് നടത്തുന്നത് എപ്പോഴും ഞാനത് പരസ്യമായിട്ട് പറഞ്ഞതാണ്. അതായത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു കാരണവശാലും കാസ പോലുള്ള സംഘടനകളല്ലാതെ ആരും BJPക്ക് വോട്ട് ചെയ്യില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മതം മാറ്റം അവരുടെ ഒരു വലിയ ലക്ഷ്യമാണ്. ഒരു ഇവാഞ്ചലിക്കൽ ഇന്ത്യ BJP തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. DMK വന്നപ്പോൾ അവർ പറഞ്ഞിരുന്നു അത്രേ, ഇവാഞ്ചലൈസേഷൻ അവരുടെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കും. അവരത് ചെയ്തില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുമെന്ന്. നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പരസ്യമായിട്ടുള്ള കാര്യത്തിനെ നമ്മൾ നേരിടുന്നതിനോ ഒപ്പം തന്നെ ഈ രഹസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെതിരെയുള്ള നടപടികളും സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം.